ഒച്ചുകൾ പെരുകിയതോടെ പൊറുതിമുട്ടി മാത്തിൽ കരിയാപ്പിലെ ജനങ്ങൾ. ഈ പ്രദേശത്ത് എവിടെ നോക്കിയാലും ആരോഗ്യത്തിനും കാർഷിക വിളകൾക്കും ഭീഷണി ഉയർത്തുന്ന ആഫ്രിക്കൻ ഒച്ചുകളാണ്. പെരുകി പെരുകി ഒച്ചുകൾ, പൊറുതികെട്ട് മാത്തിൽ കരിയാപ്പിലെ ജനങ്ങൾ. എവിടെ നോക്കിയാലും ആരോഗ്യത്തിനും കാർഷിക വിളകൾക്കും ഭീഷണി ഉയർത്തുന്ന ആഫ്രിക്കൻ ഒച്ചുകളാണ്. ഏറെ വലിപ്പമുള്ള ഒച്ചുകളാണിത്. പകൽ സമയത്ത് മണ്ണിനടിയിലും ഭിത്തിയിലും മറ്റുമാണ് ഇത് ഒളിച്ചിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ കൂട്ടത്തോടെ പുറത്തു വരുന്നു. ചെടികൾ, മരച്ചീനി, ചേന, വാഴ എന്നിവ ഇത് നശിപ്പിക്കുന്നുവെന്ന് നാട്ടുകാരിയായ ജയന്തി പറയുന്നു. ഞങ്ങൾ ആദ്യം ഈ പറമ്പിലാണ് ഇതിനെ കണ്ടിന്. അന്നേരം നമുക്കൊരു അത്ഭുതപ്പെട്ട ഒരു ജീവിയായിരുന്നു. പിന്നെ ഞങ്ങൾ കൃഷിയിടത്തിലെല്ലാം വാഴയുടെ മേലെയെല്ലാം കയറി വാഴയുടെ ഇലയെല്ലാം തിന്നുന്നുണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ ചേനയിൽ നോക്കുമ്പോഴത്തേനും ചേനയുടെ അടിവശമെല്ലാം തിന്നിട്ട് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇതിനെ പിടിച്ചിട്ട് ഉപ്പ് വെള്ളം കലക്കിയിട്ട് അതിലിട്ടിട്ട് കൊല്ലലാണ്. എന്നാലും സന്ധ്യ സമയത്ത് ഞങ്ങൾ പറമ്പിലും മുറ്റത്തും എല്ലാം ഉണ്ടാവും. എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരൊച്ച് ശരാശരി 900 മുട്ടകളിടും. ഇവയിൽ 90 എണ്ണം വിരിഞ്ഞിറങ്ങും. അനുകൂല സാഹചര്യങ്ങളിൽ 7 മുതൽ 10 വർഷം വരെ ഇവ ജീവിച്ച് പെരുകും. ഇവയുടെ സ്രവങ്ങളിൽ കാണപ്പെടുന്ന പരാതവിര മനുഷ്യരുടെ ഉള്ളിൽ ചെന്നാൽ മസ്തിഷ്ക ജ്വരത്തിന് വരെ കാരണമാകുമെന്ന് മാത്തിൽ ആരോഗ്യ കേന്ദ്രത്തിലെ HI KT ജയപ്രകാശ് മുന്നറിയിപ്പ് നൽകുന്നു. കാർഷിക വിളകളും ഇവ വ്യാപകമായി തിന്ന് നശിപ്പിക്കുന്നു. ആൺ പെൺ ജാതിയും ഒന്നിൽ തന്നെയാണ്. ഗ്ലൗസ് ഇട്ട് മാത്രം കൈകാര്യം ചെയ്യുക, ഉപ്പ് വിതറി നശിപ്പിക്കുക, ജൈവ അവശിഷ്ടങ്ങൾ കൂട്ടിയിടാതിരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.